പ്രിൻസിപ്പാളിന്റെ തകർന്ന കളിപ്പാട്ടം നന്നാക്കുന്നതിനിടയിലാണ് ആൺകുട്ടി അതിനുള്ളിൽ ഒളിപ്പിച്ച ക്യാമറ കണ്ടത്. അവൻ ആ ക്യാമറ തന്റെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തു. ആ നിമിഷം തന്നെ പ്രിൻസിപ്പാളിന്റെ വലിയ രഹസ്യം വെളിപ്പെട്ടു. അവൻ ഉടൻ തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. വീഡിയോ പെട്ടെന്ന് തന്നെ രാജ്യത്തുടനീളം വൈറലായി. അവന്റെ സഹപാഠികൾ അത് കണ്ടപ്പോൾ എല്ലാവരും അവന്റെ ധൈര്യത്തെ പ്രശംസിക്കാൻ തുടങ്ങി. താൻ ചെയ്ത കാര്യത്തിൽ ആൺകുട്ടിക്ക് അഭിമാനം തോന്നി. എന്നാൽ പിറ്റേ ദിവസം പ്രിൻസിപ്പാൾ അവന്റെ മാതാപിതാക്കളെ ഓഫീസിലേക്ക് വിളിച്ചു. അവന്റെ അമ്മ എത്ര അപേക്ഷിച്ചിട്ടും ആൺകുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. മറ്റൊരു മാർഗവുമില്ലാതെ അവൻ ഒരു ഇന്റർനെറ്റ് കഫേയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ തന്റെ കഠിനാധ്വാനത്തിന്റെ കൂലി ചോദിച്ചപ്പോൾ കഫേ ഉടമ ആൺകുട്ടിയെ എളുപ്പത്തിൽ പേടിപ്പിക്കാമെന്ന് കരുതി. അതിനാൽ പണം നൽകാൻ അദ്ദേഹം വിസമ്മതിച്ചു. പക്ഷേ ആൺകുട്ടി പേടിച്ചില്ല. അവൻ വെറുതെ തന്റെ ഫോൺ പുറത്തെടുത്ത് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്തു. പെട്ടെന്ന് കഫേയിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ഷട്ട്ഡൌൺ ആയി. ഉടമ പൂർണ്ണമായും ഞെട്ടിപ്പോയി. ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം ഉപജീവനത്തിനായി ആൺകുട്ടിക്ക് ഒഴിഞ്ഞ കുപ്പികൾ പെറുക്കേണ്ടി വന്നു. എന്നാൽ ഒരു ദിവസം ഒരു ട്രാഷ് ബിന്നിൽ തിരയുന്നതിനിടയിൽ ഒരു ഹാക്കർ മത്സരത്തിലേക്കുള്ള ക്ഷണക്കത്ത് അവന് ലഭിച്ചു. ഈ അവസരം തന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം ആൺകുട്ടി മത്സരവേദിയിലെത്തി. അവിടെ സംഘാടകർ അവരുടെ സിസ്റ്റത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ 10 സുരക്ഷാ തടസ്സങ്ങൾ ഭേദിക്കുന്നവർക്ക് $10 ദശലക്ഷം സമ്മാനമായി നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് കേട്ട ഉടൻ ആൺകുട്ടി രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ടോടി. എന്നാൽ ആ പേര് തന്നെ ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ സംവിധാനം എളുപ്പമായിരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ തടസ്സം തന്നെ 99% മത്സരാർത്ഥികൾക്കും അസാധ്യമായിരുന്നു. രണ്ടാമത്തെ തടസ്സത്തിലെത്തിയപ്പോഴേക്കും ആൺകുട്ടി മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അവൻ ബാക്കിയുള്ള ഓരോ തടസ്സവും ഓരോന്നായി ഭേദിച്ചു. വിധികർത്താക്കൾ അവനെ തുടർച്ചയായി പ്രശംസിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും അവസാന തടസ്സത്തിൽ ആൺകുട്ടി പലതവണ പരാജയപ്പെട്ടു. അവന്റെ ആത്മവിശ്വാസം തകരാൻ തുടങ്ങി. 3 മിനിറ്റ് മാത്രം അവശേഷിച്ചിരുന്നു. അവൻ ഇനി വിജയിക്കില്ലെന്ന് എല്ലാവരും കരുതി. പെട്ടെന്ന് ഒരു നിഗൂഢ വ്യക്തി പ്രത്യക്ഷപ്പെടുകയും കോഡിംഗിൽ ആൺകുട്ടിയെ സഹായിക്കുകയും ചെയ്തു. അടുത്ത നിമിഷം അവസാന തടസ്സവും തകർക്കപ്പെട്ടു. അങ്ങനെ ആൺകുട്ടി ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചു. തെറ്റായ കാര്യങ്ങൾ തുറന്നുകാട്ടാൻ നിങ്ങളും ഇതേ പാത തിരഞ്ഞെടുക്കുമോ?